ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് പശുവിൻ പാലിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് ചെറുപയർ നല്ലപോലെ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. പായസം നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചെറുപയറൊക്കെ കൂട്ടിയെടുക്കട്ടോ. 1/4 കപ്പ് ചെറുപയറിൽ നമുക്കൊരു 6 ഗ്ലാസ് പായസമാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പറ്റുക. ചെറുപയർ വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പ് വെള്ളവും പിന്നെ അതിലേക്കൊരു നുള്ളു ഉപ്പ് ഇട്ടും കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 3 വിസിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഒരു 3 വിസിൽ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും കുക്കറിൽ വേവൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചെറുപയർ നല്ലപോലെ തന്നെ വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 അച്ച് ശർക്കരയാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 വിസിലും കൂടെ ഒന്ന് അടുപ്പിച്ചെടുക്കണം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വിസിലൊക്കെ ഒന്ന് അടുപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചെറുപയറിൽ നല്ലപോലെ മധുരമൊക്കെ പിടിച്ച് കിട്ടും. ചെറുപയർ ആദ്യം നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെറുപയറൊന്നും വെന്ത് കിട്ടൂല. ഇപ്പോൾ ഇതാ ഒരു 2 വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചെറുപയറിൽ ശർക്കരയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് വറവായി വന്ന് കഴിയുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്തൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. പിന്നീട് അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഉണക്കമുന്തിരിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചെറുപയറും ശർക്കരയും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കര ചേർത്തുള്ള പായസത്തിലേക്ക് നമ്മൾ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടുള്ള പാലോ അതല്ലെങ്കിൽ കാച്ചിയതിന് ശേഷം നല്ലപോലെ ആറിയിട്ടുള്ള പാലോ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ പായസത്തിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം അതേ ഒരു ചൂടോട് കൂടെ തന്നെ വേണം ഈ പായസത്തിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലാണ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു തിള വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കണം. ശർക്കര പായസത്തിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ പാല് പിരിഞ്ഞു പോവില്ല എന്നുള്ളത് പലർക്കും ഉള്ളൊരു സംശയമാണ് കേട്ടോ. അതാണ് ഞാനിത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അറിയുന്ന ആൾക്കാരും ഉണ്ടാവും. പായസം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഞാനിതാ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പായസം കുറച്ച് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാൽ തന്നെ മിക്സ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ പായസത്തിന് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് പായസം നല്ലൊരു തിളയൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 3-4 ഏലക്കായും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. പിന്നീട് ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നീട് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ ശർക്കരയും പശുവിൻ പാലൊക്കെ ചേർത്ത് പായസം തയ്യാറാക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നല്ല ചൂടുള്ള പാല് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ രുചിയോടുകൂടി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.